നെടുങ്ങോലം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ ഉർവൽ സിംഗ് എം എല്ലാവരെയും സമുദ്രതീരത്തിലേക്ക് സ്വാഗതം ചെയ്തു സംസാരിച്ചു. സമുദ്രതീരം കൂട്ടുകുടുംബത്തിലേക്ക് ഏതാണ്ട് 65ാമത്തെ സ്കൂളിലെ കുട്ടികളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ കുടുംബം കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 65 സ്കൂളിലെ കുട്ടികൾ ഇവിടെ എത്തി വെറും കൈകളോടെ മടങ്ങിപ്പോവുകയല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തിയ എല്ലാ കുട്ടികളും ഇവിടെ വന്ന ശേഷം ഈ അച്ഛനെയും അമ്മയും സ്നേഹത്തോടെ പോയി കാണുകയും സ്നേഹത്തോടെ അവരോടൊപ്പം സംസാരിക്കുകയും ഇവിടെ എത്തിപ്പെട്ട അച്ഛന്മാരും അമ്മമാരും ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് എത്തിപ്പെട്ടതെന്നും ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾ ഓരോരുത്തരും ചോദിച്ച് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ടീച്ചർ തന്നെ നേരത്തെ എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടി ആണ് എന്ന് ഇതിന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ നിറ കണ്ണുകളുമായിട്ടാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഒരു കുട്ടി പറഞ്ഞ വാക്കുകൾ അവസാനം നമ്മളെയും വേദനിപ്പിക്കുന്നതായിരുന്നു. ആ കുട്ടിയുടെ വീട്ടിൽ രാവിലെ ഉണ്ടായ അമ്മയും മകളുമായി ഉണ്ടായ ചില സംസാരങ്ങൾ ഇവിടെ വന്ന് അമ്മയും അച്ഛന്മാരെയും കണ്ടപ്പോൾ ആ കുട്ടി അത് ഓർത്തെടുക്കുകയുണ്ടായി. അപ്പോൾ ആ കുട്ടി നിറ കണ്ണുകളുമായിട്ടാണ് ഇവിടെ ഈ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങാൻ കഴിഞ്ഞത്. സന്തോഷമായി എന്നാൽ നിങ്ങളെല്ലാവരും ഇവരുമായി സഹകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ മറ്റൊന്നാണ്. ഞാൻ കൂടുതലായി ഒന്നും നിർപ്പിക്കുന്നില്ല. കാരണം നമ്മളെ കുടുംബത്തിലെ 2 അംഗങ്ങൾ ഇന്ന് ഈ വേദിയിലിരിപ്പുണ്ട്. ഒന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബാബു പക്കനാർ സാറ്. ഇത് തുടക്കം മുതലേ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ബാബു പക്കനാർ സാറ്. സാറിനെ ഞാൻ ഏറെ വിശേഷണം കൊണ്ടൊന്നും സൂചിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ച സുഹൃത്താണ് ഡോക്ടർ ജയചന്ദ്രൻ. അദ്ദേഹവും ഈ സമുദ്രതീരം കൂട്ടുകുടുംബം തുടങ്ങിയ അന്ന് മുതൽ നമ്മോടൊപ്പം വരികയും ഇവിടെ അച്ഛന്മാരും അമ്മമാരോടൊപ്പം സ്നേഹത്തോടെ സഹകരിക്കുകയും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും സംബന്ധിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ തരികയും ചെയ്യുന്ന ഒരു പ്രിയ സുഹൃത്തിനാണ് എനിക്കിന്ന് ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ നെടുങ്ങോലം സ്കൂളിലെ പ്രഥമ അധ്യാപികയെ ഞാൻ കാണുവാൻ വേണ്ടി സ്കൂളിൽ പോയിരുന്നു. ടീച്ചറുമായി എനിക്ക് കുറേ സമയം സംസാരിക്കുവാനും സമ്പാദിക്കുവാനും കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നൊരു വാക്കാണ് ഞാൻ സമുദ്രതീരത്തും കൂട്ടുകുടുംബത്തിലേക്ക് എത്തിച്ചേരും എന്ന്. എന്നാൽ ടീച്ചർ ഇന്ന് ഈ കുടുംബത്തിൽ വരികയും കുട്ടികളുമായി എത്തുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. പ്രിൻസിപ്പൽ സരയമ്മ ദേവി അധ്യക്ഷത വഹിച്ചു. എൻ്റെ കുറേ നാളുകൊണ്ടുള്ള ഒരാഗ്രഹമായിരുന്നു സമുദ്രതീരം ഓൾഡ് ഏജ് ഹോമിലേക്ക് വരുക എന്നുള്ളത്. ലാസ്റ്റ് ഇയർ സർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റുവൽ സിംഗ് സർ പറഞ്ഞു കഴിഞ്ഞു ദാറ്റ് ഹി ഹാസ് മെറ്റ് മീ. എന്നെ കണ്ടിരുന്നു, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് ഇവിടേക്ക് വരണമെന്നുള്ളത്. സോ എനിവേസ് ഇന്നെനിക്ക് ഇവിടെ വരാൻ പറ്റി, എല്ലാവരെയും കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. സ്പെഷ്യലി അമ്മമാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഇതൊരു നോൺ സെക്യുലർ ഹോം ഓൾഡ് ഏജ് ഹോം ആണെന്നറിഞ്ഞു. ഞാനിങ്ങനെ വെബ്സൈറ്റിൽ ഒന്നുകൂടെ നോക്കി വരുന്നതിന് മുമ്പേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കമ്പാഷനും ലവും എല്ലാം ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ തന്നെ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ തന്നെ ലൈക്ക് ഇറ്റ്സ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചൈൽഡ്ഹുഡാണ് നമ്മുടെ ഓൾഡ് ഏജ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, ഫിസിക്കലായിട്ടാണേലും മാനസികമായിട്ടാണേലും. പക്ഷേ എന്നാലും നിങ്ങൾക്കെല്ലാം ഇവിടെ ഭയങ്കര ലവും കമ്പാഷനും ഒക്കെ കിട്ടിപ്പോകുന്നെന്നറിയുന്നതുകൊണ്ട് അതൊരു ഭയങ്കര സന്തോഷം.
പിന്നെ ഇവിടെ റെഗുലർ മെഡിക്കൽ ചെക്കപ്സ് ഉണ്ട്. വൺ സെൻറ്റൻസ് എന്നെ ഒത്തിരി ഇറ്റ് അട്രാക്റ്റഡ് മീ അ ലോട്ട്. ലെറ്റ്സ് നഴ്സ് ദ ഓൾഡ് പീപ്പിൾ നോട്ട് ബൈ മെഡിസിൻ ബട്ട് ബൈ മൈൻഡ്. ഇറ്റ്സ് വെരി ട്രൂ. മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്കൊരു റിലീഫ് കിട്ടത്തില്ല. നമുക്ക് ഈ ഏജിൽ വേണ്ടത് എന്താണ്? കെയറും എഫെക്ഷനും ലവും കമ്പാഷനും. ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. അപ്പം സമുദ്രതീരം, ദാറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ് ഫോർ ഓൾ ഓഫ് യു ടു ബി ഹിയർ. കവിയും നാടകകൃത്തുമായ ബാബു പാക്കനാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നിങ്ങളുടെ ഈ വരവ് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇത് കുറച്ച് അച്ഛനമ്മമാർ താമസിക്കുന്ന ഇടമാണ്. അങ്ങനെയുള്ള അച്ഛനമ്മമാർ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കും അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല ഊർജ്ജസ്വലരായ ആളുകളായിരിക്കും. അവരൊക്കെ നിത്യേന ജോലി ചെയ്യുകയും വരുമാനം കണ്ടെത്തുകയും അതുകൊണ്ട് കുടുംബം പുലർത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ നന്നായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട്, അധ്വാനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ നമ്മളെ പോറ്റി വളർത്തുന്ന നമ്മുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ്. ഇപ്പോൾ ടീച്ചർ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സെവൻ ടീച്ചർ സൂചിപ്പിച്ചു. അതായത് വാർദ്ധക്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ശൈശവാവസ്ഥയാണ് എന്നാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നു. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, ഇഡിപ്പസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഡിപ്പസ് ഇല്ല. ഗ്രീക്ക് ഭാഷയിലുണ്ടായ ഏറ്റവും മഹത്തായ ഒരു ട്രാജഡിയാണ് എഡിപ്പസ്. എഡിപ്പസ് എന്ന് പറയുന്ന നാടകം. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് KPSC ആ നാടകം മലയാളത്തിൽ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇഡിപ്പസ് നാടകം വായിച്ചിട്ടുണ്ട്. ആ ഇഡിപ്പസ് നാടകത്തിലെ ഒരു കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. ആദ്യം 4 കാലിലും പിന്നെ 2 കാലിലും ഒടുവിൽ 3 കാലിലും സഞ്ചരിക്കുന്ന ജീവി ഏതാണ്? ആദ്യം 4 കാലിലും പിന്നെ 2 കാലിലും ഒടുവിൽ 3 കാലിലും സഞ്ചരിക്കുന്ന ജീവി ഏതാണ്? ആരാണ്? മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ആദ്യം 4 കാലിൽ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഇഴഞ്ഞാണ് സഞ്ചരിക്കുന്നത് 4 കാലിൽ. പിന്നീട് നമ്മൾ നിവർന്ന് നിൽക്കാൻ പഠിക്കുന്നു, അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രം നിങ്ങൾ ഡാർവിനിസം പഠിക്കുമ്പോഴും നിങ്ങളത് മനസ്സിലാക്കും. നിങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുകയാണ്, അല്ലേ? നിങ്ങൾ പിന്നെ പരിണാമ സിദ്ധാന്തമൊക്കെ പഠിക്കുന്നവരല്ലേ? പരിണാമ സിദ്ധാന്തമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഡാർവിനിസമൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ ആദ്യം ജീവജാലങ്ങൾ ഉണ്ടായത് എവിടെയെന്ന് നമുക്കറിയാം. വെള്ളത്തിലാണ് ആദ്യം ഉണ്ടായത്, അല്ലേ? അത് ഡാർവിനിസം വെച്ച് നമുക്കും പറയാം, ബൈബിൾ മെത്തോളജി വെച്ചും പറയാം, ഹൈന്ദവ പുരാണം വെച്ചും പറയാം, അല്ലേ? ഹൈന്ദവ പുരാണം വെച്ച് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നൊക്കെ ഞാൻ പഠിച്ച് കേട്ടില്ലേ? 10 അവതാരങ്ങളെക്കുറിച്ച് കേട്ടില്ലേ? ആ 10 അവതാരങ്ങളെന്ന് പറയുന്ന ഈ ഡാർവിനിസമാണ്. ആദ്യം ജലത്തിൽ ജീവൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മത്സ്യം കഴിഞ്ഞിട്ട് അത് ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവി കൂർമ്മം, മനസ്സിലായില്ലേ? വരാഹം, നരസിംഹം. അങ്ങനെ വരുമ്പോൾ നരസിംഹം വരുമ്പം മനുഷ്യനും മൃഗവും ആകുന്ന ഒരവസ്ഥ. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഒന്നുകിൽ ഇഴഞ്ഞ് ജീവിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ 4 കാലം ജീവിക്കുന്നു, ആ പറയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ 4 കാലം അത് നമ്മുടെ ഈ പരിണാമ സിദ്ധാന്തത്തിൽ ഇതുണ്ട്. ഇപ്പം നമ്മൾ ലൈവായിട്ട് നമ്മൾ ജനിക്കുന്ന കുട്ടി കുറച്ച് കഴിയുമ്പം 4 കാലിൽ ഇഴഞ്ഞ് സഞ്ചരിക്കുന്നു, അല്ലേ? കൈയും കാലും ഉപയോഗിച്ച് ഇഴഞ്ഞ് സഞ്ചരിക്കുന്നു, പിന്നീട് നിവർന്ന് നിൽക്കുന്നു, പിന്നീട് വാർദ്ധക്യദശമാകുമ്പോൾ വടിയും കുത്തി ജീവിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് വടിയും കുത്തി നിൽക്കുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ ചൈൽഡ്ഹുഡ് എന്ന് ടീച്ചർ പറഞ്ഞത്. ആ അർത്ഥത്തിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആരുടെ സഹായം നമുക്ക് വേണം? ആ വടിയും കുത്തി നടക്കുന്ന സമയത്ത് ആരുടെ സഹായം വേണം? മക്കളുടെ സഹായം വേണ്ടേ? അപ്പം ആ മക്കൾ, നമ്മളായിട്ടുള്ള മക്കൾ ആ മുതിർന്നവരെ സഹായിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ വേണ്ടത്ര അങ്ങനെ സഹായിക്കത്തില്ല. ഇപ്പോൾ മുതിർന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്, മുത്തശ്ശൻ വീട്ടിലുണ്ട്. വീട്ടിലുള്ള മുത്തശ്ശൻ വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്നതിനിടയിൽ മുത്തശ്ശൻ ഈ കിടക്കുന്ന ബെഡിലൊന്ന് മൂത്രമൊഴിച്ചു. അപ്പോൾ ആദ്യ ദിവസം നമ്മളെന്താ പറയും? മുത്തപ്പ അല്ലെങ്കിൽ അപ്പൂപ്പ, ഇതത്ര ശരിയായില്ല,
എന്നാലും നമ്മൾ എടുത്തുകൊണ്ടേ കിടും. രണ്ടാമത്തെ ദിവസമാണെങ്കിലോ മുത്തശ്ശനെ നമ്മൾ വഴക്ക് പറയും, അപ്പൂപ്പ ഇത് ഈ പരിപാടി നടക്കത്തില്ല, ഇവിടെ ആകെ നാറ്റം, കുളം ആയി വൃത്തികേടായി, ഇച്ചിരി മൂത്രം ഇറ്റിച്ചതേ ഉള്ളൂ. രണ്ടാമത്തെ തവണയായപ്പോൾ നമുക്ക് ദേഷ്യം, പിന്നെ മൂന്നാം തവണ ആയാലും ഈ അപ്പൂപ്പിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം എന്ന് പറയുന്നൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ കുട്ടിക്കാലത്ത് നിങ്ങൾ എത്രയോ തവണ ഈ മുത്തശ്ശൻ്റെ മടിയിലിരുന്ന് മൂത്രം ഇറ്റിച്ചിട്ടുണ്ട് ഇല്ലേ? എനിക്ക് കൊച്ചുമക്കളുണ്ട്. ഞാൻ എൻ്റെ കൊച്ചുമക്കളെ എടുത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ താലോലിച്ച് നടക്കും. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അമ്മ അവരെ പാടിക്കൊടുക്കുന്നത്, പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂവും പൈതലേ, കേട്ട് കേട്ട് നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ എന്ന് അമ്മമാർ പാടും. നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ടത്തെ സിനിമ പാട്ടാണ്. സീത എന്ന് പറയുന്ന സിനിമയിലെ അഭയദേവ് എന്ന് പറയുന്ന വലിയൊരു ഗാനരചയിതാവ് എഴുതിയ പാട്ടായത്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂവും പൈതലേ, കേട്ട് കേട്ട് നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ. അപ്പോൾ ഇങ്ങനെ പാട്ടുപാടി ഉറക്കുന്നതിനിടയിൽ പലതവണ ഈ കുട്ടി മൂത്രം ഇറ്റിച്ചിരിക്കും. അമ്മ വഴക്ക് പറയുമോ? മുത്തശ്ശന്മാർ വഴക്ക് പറഞ്ഞിരിക്കുമോ? കൊച്ചുമക്കളുടെ മൂത്രം പുണ്യാഹം പോലെ കരുതുന്നവരാണ്. അത് ഉടനെ തന്നെ പോയി കഴുകിക്കളയാനാണ് നമ്മൾ ശ്രമിക്കുമോ? കുഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ മൂത്രം നമ്മുടെ പുറത്ത് വീണെന്ന് പറഞ്ഞ് ഉടനെ തന്നെ പോയി മുണ്ടും തടിയൊക്കെ അഴിച്ച് കഴുകി അങ്ങനെ വരുന്ന ഇതുണ്ടോ? അതിന് തൂത്ത് കളഞ്ഞ് അല്ലെങ്കിൽ പിന്നെ സൗകര്യം വിട്ടപ്പോൾ കഴുകിക്കളയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എത്രയോ തവണ നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും മടിയിൽ മൂത്രം ഇറ്റിച്ചവരാണ്. എന്നാൽ മുത്തശ്ശിമാരായി കഴിയുമ്പോൾ അവർ ഒരു നേരം നമ്മുടെ മുന്നിൽ അറിയാതെ മുള്ളിപ്പോയാൽ, നമ്മൾ പറയുന്നത് ടീച്ചർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലേ രണ്ടാമത്തെ ചൈൽഡ്ഹുഡാണ്. അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. വരാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ അങ്ങനെ ആയിപ്പോവും. കൊച്ചുകുട്ടികൾ മൂത്രം ഒഴിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണോ? അതുപോലെ നാഡീ നരമ്പുകൾക്ക് ശോഷണം സംഭവിക്കുമ്പോൾ ഒരു വാഹനം നിങ്ങൾ മേടിക്കുന്നു, ഒരു കാറ്, നല്ല ഒന്നാന്തരം കാറ് വാങ്ങുന്നു, ഒരു 10-20 വർഷക്കാലം നമ്മൾ കൊണ്ടുപോകുന്നതിനിടയിൽ ഇതിൻ്റെ പല പാർട്സുകളും തേഞ്ഞ് ഉരഞ്ഞ് ഇല്ലായ്മ ആയി പോകും. അതുപോലെയാണ് നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക്, അസ്ഥികൾക്ക്, പേശികൾക്ക് തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനം സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകാവുന്ന അപജയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, ആ അസുഖങ്ങളൊക്കെ കുറേയൊക്കെ പരിചരിച്ച് സ്നേഹമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പോകാനും നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ സരമ ടീച്ചറും കല ടീച്ചറും മറ്റ് അധ്യാപകരും ഒക്കെ ചേർന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ കൂടുതൽ സംസാരിച്ച് പോവില്ല. കാരണം നിങ്ങൾ ഇവിടുത്തെ അമ്മമാരടുത്ത്, നിങ്ങൾക്ക് പിതൃതുല്യരായിട്ടുള്ളവരടുത്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മുത്തശ്ശന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത്, അല്ലെങ്കിൽ മാതുലന്മാരെ പോലെ തോന്നിക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കും. നിങ്ങളിൽ ചില നാളത്തെ കവികളോ കലാകാരന്മാരോ എഴുത്തുകാരോ ഒക്കെ ആകാൻ സാധ്യതയുള്ളവരാണ്. ഇതിലിരിക്കുന്ന നാളത്തെ ഡോക്ടർമാരാകാൻ സാധ്യതയുള്ളവരാണ്, എഞ്ചിനീയർമാരാകാൻ സാധ്യതയുള്ളവരാണ്, അധ്യാപകരാകാൻ സാധ്യതയുള്ളവരാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. നല്ല പൗരബോധമുള്ള കുട്ടികളായി വളരേണ്ടവരാണ്, രാജ്യസ്നേഹമുള്ളവരായി വളരേണ്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ മറ്റുള്ളവരുടെ ദൈന്യതകൾ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഉത്തമ പൗരന്മാരായി മാറുന്നത്. നമുക്കൊരുപാട് പണം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് കാലത്തേനെ ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇവിടെ വന്നേനെ. ഞാൻ നേരത്തെ വരുന്നത് നമ്മുടെ ഫംഗ്ഷൻ 10 മണിക്ക് എന്നുള്ളതുകൊണ്ടല്ല, സമുദ്രതീരമായതുകൊണ്ട് അവിടെ ഇത്തിരി നേരത്തെ വന്ന് ഈ അപ്പൂപ്പന്മാരുമായിട്ട് അല്ലെങ്കിൽ അമ്മൂമ്മമാരുമായിട്ട് അല്ലെങ്കിൽ സഹോദരിമാരുമായിട്ട് അല്ലെങ്കിൽ സഹോദരന്മാരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക, അവരെ കാണുക. അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ ഒരു കവിത പാടണമെന്ന് പറയുന്ന ചില ആളുകളുണ്ട്, ഒരു കവിത ചൊല്ലണം അല്ലെങ്കിൽ ഒരു കഥ പറയണമെന്നൊക്കെ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ വരുമ്പോഴേ തന്നെ അവരെന്നോട് എന്നെ കാണുമ്പോൾ തന്നെ പറയുന്ന ഒരു കവിത ചൊല്ലണം എന്ന് ഞാൻ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ തരത്തിൽ അവരുമായിട്ടൊന്ന് കാണുക, റിവൽസുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. ഇവിടുത്തെ ഇവരെ പരിചരിക്കുന്ന ആളുകളുണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. അത് എൻ്റെ എഴുത്തിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള ഇടങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ചില അറിവുകൾ നമുക്ക് എനർജിയായിട്ട് മാറും. നമ്മളെ പകൽ സമയം ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ, വിശേഷിച്ചും ആൽമരത്തിൻ്റെ തണലിലാണ് നമ്മൾ പോയിരിക്കുന്നതെങ്കിൽ കൂടുതൽ കുളിർമ നമുക്ക് അനുഭവപ്പെടും. കാരണം എന്തുകൊണ്ടാണ്? ആൽമരം വളരെ വിശാലമായ വേരുകൾ ഉള്ള ചെടിയാണ്. വളരെ ആഴത്തിൽ അതിൻ്റെ വേരുകൾ പോകും, വളരെ നീളത്തിൽ പോകും. അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത ആ കാലത്ത് പോലും വെള്ളമുള്ള സ്ഥലത്തേക്ക് അതിൻ്റെ വേരുകൾ ഇങ്ങനെ ആഴ്ന്നിറങ്ങിപ്പോയി വെള്ളം പിടിച്ചെടുത്തുകൊണ്ട് വന്ന് അത് അന്നജം നിർമ്മിക്കും.
കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് അന്നജം നിർമ്മിച്ച് ഓക്സിജൻ പരമാവധി പുറത്തേക്ക് വിടും. അങ്ങനെ വിടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നാൽ നമുക്ക് നല്ല ശുദ്ധവായു കിട്ടുകയും നല്ല കുളിർമ അനുഭവപ്പെടുകയും ചെയ്യും. അതൊരു പോസിറ്റീവ് എനർജി അല്ലേ? അതൊരു പോസിറ്റീവ് തന്നെ. ഒരു ഗുഹയിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ നമുക്ക് പോസിറ്റീവ് എനർജിയാണ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതൽ വരുന്നത്. ഒരു ഗുഹയിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ ഉണ്ടാകാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടും. ഈ കവിതയ്ക്ക് ആധാരമായ വിഷയം ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഒരു നല്ല ചെറുപ്പക്കാരൻ, അവന് അച്ഛനും അമ്മയും സഹോദരിയൊക്കെ ഉണ്ട്. പഠിച്ച് വലിയ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ട്യൂട്ടോറിയൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. അവന് 4-5 കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിച്ചൊക്കെ അവൻ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ അവനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. അവൻ എന്തെടുത്തു? ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. 5 കോടി 1ാം സമ്മാനം അവനെ അടിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ് അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ അവൻ്റെ വീട്ടിൽ വരുന്നു. അവൻ്റെ വീടാണെങ്കിൽ ദാരിദ്ര്യം പിടിച്ച് കിടക്കുക. അവൻ്റെ അച്ഛനാണെങ്കിൽ ക്യാൻസർ പിടിച്ച് ജോലി ചെയ്യാനോ മറ്റുമൊന്നും കഴിയാത്ത അവസ്ഥയിലാണ്. അമ്മയ്ക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല. അമ്മ തൊഴിലുറപ്പിനൊക്കെ പോകും. അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിയുന്ന കുടുംബമാണ്. അവനും ട്യൂട്ടറിലൊക്കെ പഠിപ്പിച്ച് വല്ലതും കിട്ടും. അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം ഇങ്ങനെ വന്നപ്പോൾ ലോട്ടറി അടിച്ചതല്ലേ, ഒരു പാർട്ടി നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി, ഇന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ എന്താണ്? ഇംഗ്ലാസ് എന്താ വിളിക്കുന്ന പാർട്ടിയാണോ? അല്ല, ഇത്തിരി ചിക്കനും പിന്നെ ഒരു മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള പാർട്ടി നിരന്തരം നടത്തുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അടിയും വഴക്കിലും ഒക്കെ അവസാനിക്കും. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷനിലുള്ളൊരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. മകൻ ജയിലിൽ കിടക്കുക. ആര്? ജയിലിൽ കിടക്കുന്ന മകനെ കാണാനായിട്ട് അമ്മ ചെല്ലുന്നതാണ്. ഈ കവിതയ്ക്ക് നിങ്ങളൊരു പേര് കൊടുക്കണം. പേര് കൊടുക്കുമോ? ജയിലിൽ കിടക്കുന്ന മകനെ കണ്ട മദൻ സങ്കടക്കടലിരമ്പി. ജയിലിൽ കിടക്കുന്ന മകനെ കണ്ട മദൻ സങ്കടക്കടലിരമ്പി. കിട്ടിയ ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ച രഘുവരാ പൊന്നുമോനെ. ജയിലിൽ കിടക്കുന്ന മകനെ കണ്ട മദൻ സങ്കടക്കടലിരമ്പി. കിട്ടിയ ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ച രഘുവരാ പൊന്നുമോനെ. നീ എൻ്റെ ഹൃദയത്തിൽ തീ കോരിയിട്ടടാ പോഴനാം പൊന്നുമോനെ. കൂട്ടുകാരെ കുത്തി കുടൽമാല കീറുവാൻ എങ്ങനെ തോന്നിയടാ. ഞാൻ പെറ്റതല്ല 4 നിൻ്റെ കൂട്ടുകാർ എൻ മക്കളായിരുന്നില്ലേ. ചന്ദ്രനും ജാഫറും അക്ബറും ജോസഫും എങ്ങനെ ശത്രുക്കളായി. അമ്മേ ഒരിക്കലും ശത്രുക്കളായില്ല, ഭ്രാന്തമായി തോന്നിയതാ. കുടിച്ചോണ്ടിരുന്നപ്പോൾ തർക്കിച്ചു വാക്കുകൾ തെറിവിളിയായി. തെറിവിളി മൂത്തപ്പോൾ കയ്യാങ്കളി പിന്നെ കത്തിക്കുത്തായി മാറി. തെറിവിളി മൂത്തപ്പോൾ കയ്യാങ്കളി പിന്നെ കത്തിക്കുത്തായി മാറി. പണ്ടാരമാക്രാന്തം ലോട്ടറി വാങ്ങുവാൻ എന്തിനു തോന്നിയടാ. ചുളുവിൽ പണം വരും വഴി നിൻ്റെ അച്ഛന് ഇന്നോളം കേട്ടിരുന്നില്ല. അതിനായി തരവിനോ കുറിയെടുക്കാനോ ഒട്ടും ശ്രമിച്ചിരുന്നില്ല. ദൈവം കടാക്ഷിച്ചു ഭാഗ്യം തുണച്ചത് തമ്മിലടിക്കായിരുന്നോ. 1ാം സമ്മാനം നിനക്ക് 5 കോടി വാർത്തയറിഞ്ഞവരെത്തി. ആഹ്ലാദം അലതല്ലും വേള ഇതത്രയും ആഘോഷമാക്കുവാൻ വെമ്പി. ആഹ്ലാദം അലതല്ലും വേള ഇതത്രയും ആഘോഷമാക്കുവാൻ വെമ്പി. പാർട്ടി നടത്തണം ചിക്കനും മറ്റതും കാശിനായി നീ നിന്നു കെഞ്ചി. ക്യാൻസർ പിടിച്ചതിൽ പിന്നെ നിൻ്റെ അച്ഛന് പണി ചെയ്യാൻ വയ്യാതായില്ലേ. ക്യാൻസർ പിടിച്ചതിൽ പിന്നെ നിൻ്റെ അച്ഛന് പണി ചെയ്യാൻ വയ്യാതായില്ലേ. തൊഴിലുറപ്പമ്മയ്ക്ക് വല്ലതും കെട്ടും അതുകൊണ്ട് പുലരും കുടുംബം. തൊഴിലുറപ്പമ്മയ്ക്ക് വല്ലതും കെട്ടും അതുകൊണ്ട് പുലരും കുടുംബം. ട്യൂഷൻ പഠിപ്പിച്ചു നീ തരും വല്ലതും അതുകൊണ്ട് പുലരും കുടുംബം. വലിയൊരു ഭാഗ്യമൻ വാതുക്കൽ വന്നപ്പോൾ ഞാനും അതീരു കടന്നു.
വലിയൊരു ഭാഗ്യമൻ വാതിക്കൽ വന്നപ്പോൾ ഞാനും അതിരു കടന്നു. അരപ്പവൻ മാലയും കാൽപ്പവൻ താലിയും നിൻ്റെ അച്ഛൻ ചാർത്തിയ സ്വർണം. അരപ്പവൻ മാലയും കാൽപ്പവൻ താലിയും നിൻ്റെ അച്ഛൻ ചാർത്തിയ സ്വർണം. ദേവനായി കണ്ടു ഞാൻ ദേവിയായി കണ്ടെന്നെ നിൻ്റെ അച്ഛൻ ചാർത്തിയ താലി. ദേവനായി കണ്ടു ഞാൻ ദേവിയായി കണ്ടെന്നെ നിൻ്റെ അച്ഛൻ ചാർത്തിയ താലി. ആ താലി ചരടിൽ കൊരുത്തിട്ട് മാല നിനക്കു ഞാൻ പണയം വയ്ക്കാൻ തന്ന ദുഷ്ട. ആ മാല ആ താലി ചരടിൽ കൊരുത്തിട്ട് മാല നിനക്കു ഞാൻ പണയം വയ്ക്കാൻ തന്ന ദുഷ്ട. ഭാഗ്യവും വേണ്ട കോടിയും വേണ്ട മനസ്സമാധാനം മതിയടാ പൊന്നുമോനി. ഭാഗ്യവും വേണ്ട കോടിയും വേണ്ട മനഃശാന്തി മതിയടാ പൊന്നുമോനി. ഭാഗ്യവും വേണ്ട കോടിയും വേണ്ട മനഃശാന്തി മതിയടാ പൊന്നുമോനി. ഇങ്ങനെ മനഃശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാർ ഉള്ള നാടാണ് നമ്മുടെ നാട്. ഡോക്ടർ ആർ ജയചന്ദ്രൻ ആശംസകൾ അർപ്പിച്ചു. ഇപ്പോഴത്തെ പുതിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എ എന്ന അക്ഷരം ഉപയോഗിച്ചൊരു വാക്കുണ്ടാക്കാൻ പറഞ്ഞാൽ അവ ഉണ്ടാക്കുന്നത് ആറ്റം എന്നാണ്. ബി എന്ന അക്ഷരം ഉപയോഗിച്ചൊരു വാക്കുണ്ടാക്കാൻ പറഞ്ഞാൽ അവൻ ബോംബ് ഉണ്ടാക്കിത്തരും. സി കമ്പ്യൂട്ടർ ഉണ്ടാക്കിത്തരും. ഇതാണ് ഇന്ന് ലോകത്തിൻ്റെ കുഴപ്പം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ പരിചയപ്പെടുക, സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു HM ടീച്ചർ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ അച്ഛനമ്മമാരുടെ കൂട്ടത്തിലുണ്ട്. സ്കൂളിൽ നിന്നേ റിട്ടയർ ചെയ്താ, ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് HM ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ആൾക്കാരുടെ മനസ്സ് മനസ്സിലാക്കാൻ ആർക്കും സമയമില്ല, താല്പര്യമില്ല. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങിയ എത്ര പേരുണ്ട്? 2 പേർ. അവർക്കൊരു ബിഗ് ക്ലാപ്പ്. നമ്മുടെ അച്ഛനമ്മമാരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അതാണ്. സ്കൂളിലേക്ക് പോകാനിറങ്ങുമ്പോൾ ഒരു ഉമ്മ അവർക്ക് കൊടുക്കുക. അത് കൊടുക്കാൻ പറ്റിയാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം. അതിനപ്പുറത്ത് വേറൊരു കാര്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇന്നത്തെ ദിവസത്തിന് അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? സ്കൂളിലാ ചോദ്യം പറച്ചില്ല, ഇവിടെയും ചോദ്യം പറച്ചില്ല എന്ന് വിചാരിക്കരുത്. ഇന്ന് 28 ഓണോ? ഓ, അതറിയാവോ? അറിയാം. പിന്നെന്താ പറയാഞ്ഞേ? ഇവിടെ 14 ദിവസം ഓണാഘോഷമായിരുന്നു. ഇവിടെ 1-ാം ഓണം മുതൽ 14 ദിവസം ഓണം ആഘോഷിച്ച ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ഇരിക്കണത്. മന്ത്രി വന്നു, കളക്ടർ വന്നു, MP വന്നു, അങ്ങനെ ബഹുമുഖ പ്രതിഭകളെല്ലാം ഇവിടെ ഒത്തുചേർന്ന 14 ദിവസം ഗംഭീരമായ ഓണാഘോഷം. നല്ല സദ്യ, നല്ല പായസം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുക്കുക പല ദിവസങ്ങളിലും. നിങ്ങൾ പഠിച്ചു വരികയാണ്, നിങ്ങൾ വളരുകയാണ്. നിങ്ങളുടെ ബുദ്ധി വളരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. ആ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ അധ്യാപകരോട് ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിച്ച് വളരണം. അങ്ങനെ വളരുമ്പോഴാണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടാവുക, ബഹുമാനം ഉണ്ടാവുക. നിങ്ങൾക്ക് അത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ ഇവിടെ നിന്ന് ധാരാളം കിട്ടും. കിട്ടണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? ഇവിടെ നിങ്ങൾക്ക് അച്ഛനമ്മമാരോട് സംവദിക്കാം, ചോദിക്കാം, വർത്തമാനം പറയാം. അവരോട് എന്ത് വേണേലും പാട്ട് പാടാം, കഥ പറയാം. അവർക്കുള്ള അനുഭവങ്ങൾ അവർ പറഞ്ഞു തരും. പറയാൻ തയ്യാറായിട്ടാണ് അവരിയ്ക്കുന്നത്. അവരോട് നിങ്ങൾ വർത്തമാനം പറയുമ്പോഴാണ് നിങ്ങളുടെ ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാവുക. ഇവിടെ വരാൻ കാണിച്ച സ്നേഹത്തിന്, ധൈര്യത്തിന്, സമയത്തിന്, എല്ലാത്തിനും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അധ്യാപകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി
ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസയും എൻ്റെ വക ആയിട്ടുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അധ്യാപകരായ കല, ആർഷ, നിഷ, സംഘമിത്ര, സുമ, ശ്യാം തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിലൂടെ സമാഹരിച്ച തുക സമുദ്രതീരം ചെയർമാൻ ഉർവൽ സിംഗിന് പ്രിൻസിപ്പൽ കൈമാറി. സമുദ്രയിലെ അച്ഛനമ്മമാർക്കായി കൊണ്ടുവന്ന വസ്ത്രങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അച്ഛനമ്മമാർക്കും കൈമാറി. തുടർന്ന് മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും വേണ്ടി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ
സ്വസ്തി സ്വസ്തി. സുന്ദര സ്വപ്നമേ സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി. രാഗസങ്കൽപ്പ വസന്തവനത്തിലെ മാതംഗമഞ്ജരി തേടി. രാഗസങ്കൽപ്പ വസന്തവനത്തിലെ മാതംഗമഞ്ജരി തേടി. എന്നെ മറന്നു ഞാൻ, എല്ലാം മറന്നു ഞാൻ, എന്തിനു ചുറ്റി പറന്നു. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി. കാതൽ കഥകളി காதல் கதகளி கண்களில் பார்க்கிறேன், காதல் கதகளி கண்களில் பார்க்கிறேன், திருவோணம் திருவிழா இதயத்தில் பார்க்கிறேன், வாக்கு மரங்களை கழுத்தில் பார்க்கிறேன், வாக்கு மரங்களை கழுத்தில் பார்க்கிறேன், பேசும் ரோஜா உதட்டில் பார்க்கிறேன், சென்னை செந்தமிழ் மறந்தேன் முன்னாலே, சென்னை செந்தமிழ் முழுவதும் மறந்தேன், கேரள நாட்டு கிளியே நீ சொல்லு வசியம் வைத்தாயோ.